അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം എല്ലാവർക്കും പരിചയമുള്ള അധ്യായമാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്ന ഇടത്തൊക്കെയും, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ചെന്നു ചേരുന്ന ഇടങ്ങൾ, ചെന്ന് ചേരുന്ന സ്ഥലങ്ങൾ. നദി ചെന്ന് ചേരുന്ന ഇടങ്ങളുണ്ട്, നദി ചെന്ന് ചേരുന്ന സ്ഥലങ്ങളുണ്ട്. നദിക്കകത്തായിരിക്കുന്നവർക്ക് ഒരു വലിയ അത്ഭുതകരമാകുന്ന അനുഗ്രഹമുണ്ട്. നദി പോകുന്ന ഇടത്തെല്ലാം അവർക്ക് സൗജന്യമായി പോകുവാൻ കഴിയും. നദി ചെന്നു ചേരുന്ന ഇടങ്ങൾ, ആമേൻ. നദി ചെന്നു ചേരുന്ന ഇടങ്ങളിൽ പോകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? നദി ചെന്നു ചേരുന്ന ഇടങ്ങൾ, നദി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നിങ്ങളും എത്തിച്ചേരുവാൻ പോകുകയാണ്. നിങ്ങൾ നദിയുടെ ഉള്ളിലാകുന്നു എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആ മുട്ടിലിരുന്ന് ഞരങ്ങി കരയേണ്ട കാര്യമില്ല, നെഞ്ചത്തടിച്ച് കരയേണ്ട കാര്യമില്ല, തലയും കുത്തി ഉരുളേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ ഒഴുകിക്കൊടുത്താൽ മതി. ഒഴുകുന്നതിനനുസരിച്ച് നദി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നീയും ചെന്ന് ചേരുവാൻ പോകുന്നു. ചെന്ന് ചേരുക, ചെന്ന് ചേരുക, ആ ഇടങ്ങളിൽ ചെന്ന് ചേരുക, ചെന്ന് ചേരുക. നദി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നീയും ചെന്ന് ചേരുക. ആരാധിച്ച് മുന്നേറുമ്പോഴാണ് നദി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കും ചെന്ന് ചേരുവാൻ കഴിയുന്നത്. നദി ചെന്ന് ചേരുന്ന ഇടങ്ങൾ. ഞാൻ ചില നാളുകൾക്ക് മുന്നമേ റായ്പൂർ എയർപോർട്ടിൽ ആയിരുന്ന സന്ദർഭത്തിൽ റായ്പൂർ എയർപോർട്ടിലെ അന്നത്തെ സെക്യൂരിറ്റി ഓഫീസർ, അതിൻ്റെ ഏറ്റവും ടോപ്പ് ഓഫീസർ നമ്മുടെ സ്റ്റാൻലി ബ്രദറിൻ്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം എന്നെ ആ എയർപോർട്ടിലെ സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം എന്നെ കൊണ്ടുപോകുവാനിടയായി. എയർ ട്രാഫിക് കൺട്രോൾ അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒറ്റ പോലീസുകാരനും എന്നെ തടയുന്നില്ല. ആ സെക്യൂരിറ്റി ഓഫീസറിന്റെ കൂടെ നടന്നാൽ മതി. നിന്റെ മുൻപിൽ തുറക്കപ്പെടാത്ത വാതിലുകളും തുറക്കപ്പെടുവാൻ പോകുന്നു. നദി ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ നിനക്ക് പ്രവേശനം ലഭിക്കുവാൻ പോകുകയാണ്. ഇന്നലകളിൽ നീ തനിയെ പോയപ്പോൾ പലതും നിന്നെ തടയുകയുണ്ടായി. നീ പറഞ്ഞു ദേശശക്തി നിനക്കെതിരാണെന്ന് പറഞ്ഞു. നീ പറഞ്ഞു ഇന്ന ഇടത്തു നിന്ന് വരുന്ന പോരാട്ടം നിന്നെ തടയുകയായിരുന്നു. മോനെ, ആ പോരാട്ടത്തിന്റെ കഥയും ദേശശക്തിയുടെ കഥയും പഴയ കഥയായി. ഇനി നിന്നെ തടയുവാൻ കഴിയാത്ത നിലയിൽ നീ നദിക്കകത്തൊഴുകാൻ പോകുകയാണ്. നദിയിൽ ഒഴുകുക. നദി ചെന്നു ചേരുന്ന ഇടങ്ങളിൽ നിന്നെ തടയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ശക്തിക്കും നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. ഇന്നലകളിൽ നീ വലിയ സമരങ്ങൾ നടത്തിയില്ലേ, വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിയില്ലേ, ആത്മീയ യുദ്ധത്തിന്റെ 7 പടികൾ നിങ്ങൾ പഠിച്ചില്ലേ? അതൊന്നും വിജയകരമാകാതിരുന്നപ്പോൾ ഇന്നൊരു പുതിയ ദൈവിക പ്രവൃത്തിയെ കർത്താവ് നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്നലകളിൽ വെളിപ്പെട്ട സാധ്യതകളെ നിനക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഇനി യുദ്ധമില്ല. നീ സാധ്യതകളിലേക്ക് ഒഴുകി ചെല്ലുവാൻ പോകുകയാണ്. നിന്റെ സാധ്യതകളെ തടയുവാൻ ഇനിയും ലോകശക്തികൾക്ക് കഴിയുകയില്ല. ഈ രാജ്യത്തെ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രത്യേകിച്ച് ഈ രാജ്യവുമായുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത് നദി ഒഴുകുവാൻ പോകുകയാണ്. തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നദി ഒഴുകുവാൻ പോകുകയാണ്. ആ നദിയിലായിരിക്കും ഈ അഭിഷക്തന്മാർ യാത്ര ചെയ്യുവാൻ പോകുന്നത്. ആ നദിയെ തടയുവാൻ ഈ രാജ്യത്തെ ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം ആ നദി സകലവിധമാകുന്ന മതിലുകളെയും പർവ്വതങ്ങളെയും മണൽ തിട്ടകളെയും തകർത്തുകൊണ്ട്, പ്രതികൂലങ്ങളെയും തകർത്തുകൊണ്ട് നദി മുന്നേറാൻ പോകുകയാ. നദി മുന്നേറാൻ പോകുകയാ. നദി മുന്നേറുമ്പോൾ ഒരു അത്ഭുതം കൂടെ സംഭവിക്കുന്നു. നദിയുടെ ഉള്ളിലായിരിക്കുന്ന അഭിഷക്തനാകുന്ന നീയും ചെന്നു ചേരുന്ന ഇടങ്ങൾ, നീയും ചെന്നു ചേരുന്ന ഇടങ്ങൾ, നദി ചെല്ലുന്ന ഇടങ്ങളിൽ നീയും ചെന്നു ചേരുവാൻ പോകുകയാണ്. 47-ാമത്തെ അധ്യായത്തിലെ ആ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 47-ാമത്തെ അധ്യായത്തിൽ ആലയത്തിലാണ് തുടങ്ങുന്നത്. ആലയം എന്ന് പറയുമ്പോൾ ആലയം ഒരു സ്ഥലത്ത് ആയിരിക്കുന്നതാണ്. ആലയം ഒരു ലൊക്കാലിറ്റിയിലായിരിക്കുന്നതാണ്, ഒരിടത്തായിരിക്കുന്നതാണ്. ആലയം ഒരു ജാതിക്ക് വേണ്ടിയുള്ളതാണ്. ആലയം ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അതിനാൽ ഇനി ആലയത്തിലെ അനുഗ്രഹം വേണമെങ്കിൽ നമുക്ക് ആലയത്തിൽ പോകേണ്ടതായിട്ട് വരും.
ദൂരെയുള്ളവരൊക്കെ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആലയത്തിലേക്ക് നടന്നു വരുന്നത്. അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവർ ആലയത്തിലേക്ക് നടന്നു വരുന്നത്. കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അനുഗ്രഹങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുകയാണ്. ഒരു ലൊക്കാലിറ്റിയിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നു, ഒരു ജാതിയിലേക്ക് അത് റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നു, ചുരുങ്ങിപ്പോകുകയാണ്. ഒരു ലോക്കലായിട്ട് അത് ചുരുങ്ങിപ്പോകുകയാണ്. ഒരു ജാതിക്ക് വേണ്ടി മാത്രം അത് ചുരുങ്ങിപ്പോകുകയാണ്. ഒരു ഭാഷക്കാർക്ക് വേണ്ടി മാത്രം അത് ചുരുങ്ങിപ്പോകുകയാണ്. കർത്താവിന് മനസ്സിലായി, ഇത് ചുരുക്കുവാൻ വേണ്ടിയുള്ളതല്ലല്ലോ. ഇത് ചുരുക്കിയ കാലങ്ങളുണ്ട്. എന്നാൽ ഇനി ഇതിനെ ചുരുക്കുവാൻ കഴിയാത്ത നിലയിൽ, റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് കിഴക്കോട്ടൊരു നദി ഒഴുകാൻ പോകുകയാണ്. യഹൂദന് മാത്രമുള്ളതല്ല അനുഗ്രഹം. ഈ തെക്കേ കേരളത്തിലുള്ള ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അനുഗ്രഹം. ഏതെങ്കിലും ഒരു ലോക്കാലിറ്റിയിൽ കർത്താവ് നിന്നെ ഇനി ഒതുക്കുവാൻ പോകുന്നില്ല. നിന്നെ ലോക്കലൈസ് ചെയ്ത കാലം കഴിഞ്ഞു. നിന്നെ കർത്താവ് ഗ്ലോബലൈസ് ചെയ്യുവാൻ പോകുകയാണ്. ഏതെങ്കിലും മതക്കാരുടെ കുത്തകയല്ല. നീ ഇരിക്കുന്ന ഇടത്തേക്കുന്ന അനുഗ്രഹത്തിന്റെ നദി ഒഴുകി വരാൻ പോകുകയാണ്. ആർക്കും ഇനിയും ഇത് ഒരു പ്രത്യേക കൂട്ടത്തിന്റെ മാത്രമായിട്ട് ഒതുക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു ഡിനോമിനേഷന്റെ പേരിന്റെ അകത്ത് ഈ നദി ഒതുങ്ങത്തില്ല. അല്ലെ, ആലയത്തിലെ അനുഗ്രഹം ഇനി ഒരു ഡിനോമിനേഷന്റെ പേരിന്റെ അകത്ത് ഒതുങ്ങുകയില്ല. നിന്റെ ഡിനോമിനേഷന്റെ പേരിനെ തകർത്തുകൊണ്ട്, കെട്ടിടം ചലിച്ചില്ലെങ്കിൽ പോലും കെട്ടിടത്തിനകത്തുള്ള ചില വിളിയുള്ളതിന്റെ മേൽ കർത്താവ് നദി നിറച്ചിട്ട്, ക്രിസ്ത്യാനി, നീ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടി ഉയർത്തി, വലിയ കൽക്കെട്ടിടങ്ങളൊക്കെ ഉയർത്തിയിട്ട് ആലയമെന്ന് പേര് കൊടുത്തിട്ട് നീ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഒതുക്കാൻ ശ്രമിച്ചില്ലേ? പെന്തിക്കോസുകാരാ, നീയും വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടുയർത്തിയിട്ട് ജനത്തിന് ലഭ്യമാകേണ്ട അനുഗ്രഹത്തെ നീ ഒതുക്കാൻ ശ്രമിച്ചില്ലേ? അതിനകത്ത് ചില തലമുറയെ തളച്ചിടാൻ ശ്രമിച്ചില്ലേ? തളച്ചിടാൻ കഴിയത്തില്ല. സഭാ പ്രസിഡന്റ് ആകാനല്ല നിന്റെ വിളി എന്ന് പറയുന്നത്. ഈ തലമുറയിൽ നിന്റെ മേൽ ചില ആത്മ പകർച്ച കർത്താവ് നൽകിയിരിക്കുന്നത് നിന്നെ ഈ കൽക്കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ടൊരു നദി ഒഴുകുവാൻ പോകുകയാണ്. ചടങ്ങുകളെ തകർത്തുകൊണ്ടൊരു നദി ഒഴുകുവാൻ പോകുകയാണ്. പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ടൊരു നദി ഒഴുകുവാൻ പോകുകയാണ്. ആചാരങ്ങളെ തകർത്തുകൊണ്ടൊരു നദി ഒഴുകുവാൻ പോകുകയാണ്. ആ നദി എങ്ങനെ ഒഴുകുന്നത്? ആ നദി ഒഴുകാനുള്ള സോഴ്സസ് ആയി ഇവിടെ ഇരിക്കുന്നത്. നീ ഏത് ചർച്ചിലെ അംഗമാണ്, ഏത് ചർച്ചിലെ അംഗമാണ്, ആ ചർച്ചിൽ നിന്നൊരു നദി ഒഴുകാൻ പോവുകയാണ്. നിന്നിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ഒരു ഡിനോമിനേഷനും പരിശുദ്ധാത്മാവിനെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ഞങ്ങളുടേതു മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന് ഒരു ഡിനോമിനേഷനും പറയുവാൻ കഴിയില്ല. ദൈവിക അനുഗ്രഹങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ, ചുരുക്കുവാൻ കഴിയുകയില്ല. ആലയത്തിന്റെ പുറത്തേക്ക് കർത്താവ് നദിയുമായിട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഈ നദിയുടെ ആഴങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ആലയത്തിലെ നദി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ജീവജല നദി എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് റിവർ ഓഫ് ഹീലിംഗ്, സൗഖ്യത്തിന്റെ നദി എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആലയത്തിലെ നദി, ജീവജല നദി, സൗഖ്യം നൽകിത്തരുന്ന നദി. ഈ നദിയുമായിട്ടാണ് ഈ സന്ധിയിൽ കർത്താവ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുവാൻ പോകുന്നത്. ആമേൻ. നദി നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ പോകുകയാണ്. ഈ നദിയുമായി നീ ദേശങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് നിന്നെ ഇവിടെ നിന്ന് അയക്കുകയാണ്. ആമേൻ. ഇനിയും തടയുവാൻ കഴിയുകയില്ല, ചുരുക്കുവാൻ കഴിയുകയില്ല, പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. നദി ഒഴുകുവാൻ പോകുന്നു. ആമേൻ. ഈ നദിയിലെ വെള്ളത്തിന്റെ പ്രത്യേകതയാണ്, ഇത് ലോകത്തിലെങ്ങുമില്ലാത്ത വെള്ളമാണ് ഈ നദിയിലെ വെള്ളം. ആ വെള്ളത്തിന്റെ പ്രത്യേകതയാണ്, ഇത് ജീവജലമാണ്. ജീവജലമാണ് ഈ നദിക്കകത്ത് ഒഴുകുന്നത്. ഈ കർത്താവുമായുള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ ഒരു പുസ്തകങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ പുസ്തകത്തിന്. കാരണം എന്താണെന്ന് അറിയാമോ? ഇതിലെ വചനങ്ങൾ ജീവവചനങ്ങളാണ്, ജീവനുള്ള വചനമാ. ഈ അക്ഷരത്തിന് ജീവനുണ്ട്. അക്ഷരത്തിന് ജീവനുണ്ടെങ്കിൽ ഈ നദിയിലെ വെള്ളത്തിന്, ലോകത്തിലെ ഒരു നദിയിലെ വെള്ളത്തിനും ജീവനില്ല. ഈ നദിയിലെ വെള്ളത്തിന് ജീവനുണ്ട്. ജീവജല നദി. ജീവനില്ലാത്ത ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്തില്ല. ഇതിനകത്ത് ഉള്ളത് മുഴുവൻ ജീവജലമാണ്. അത് മറന്നു പോകരുത്. ജീവജലമാണ് ഇതിനകത്ത് ഒഴുകുന്നത്. ഈ ജീവജല നദി, ഈ ജീവജല നദിയാണ് ഈ നദി ചെന്ന് ചേരുന്ന ഇടം. എങ്ങനെയാണ് ഈ നദി ചെന്നു ചേരുന്ന ഇടങ്ങളിൽ നമുക്കും ചെന്ന് ചേരുവാൻ കഴിയുന്നത്? അതിനൊരു ചെറിയ രഹസ്യം ഇവിടെ ഉണ്ട്. ആ രഹസ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കിപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മേൽ പിടിയുണ്ടെങ്കിൽ നീ ചെന്ന് ചേരാൻ പോകുന്നില്ല. നിന്റെ പിടി മുഴുവൻ പോകണം. നിന്റെ സകല പിടിയും പോകുമ്പോൾ മാത്രമേ നദിക്ക് നിന്നെ താങ്ങുവാൻ കഴിയത്തുള്ളൂ.
എത്രത്തോളം കാലം നീ നിന്നെ താങ്ങുന്നുവോ നദി ചെന്ന് ചേരുന്ന ഇടത്ത് നീ ചെന്ന് ചേരുകയില്ല. എന്നാൽ നിന്റെ പിടിയെല്ലാം വിട്ടുപോകട്ടെ, നിന്റെ പിടി വിട്ടുപോകട്ടെ, നിന്റെ പിടി വിട്ടുപോകട്ടെ, നിന്റെ പിടി വിട്ടുപോകട്ടെ. പണത്തിന്റെ മേലുള്ള പിടി വിട്ടുപോകട്ടെ, സ്വയത്തിന്റെ മേലുള്ള പിടി വിട്ടുപോകട്ടെ, ബുദ്ധിയുടെ മേലുള്ള പിടി വിട്ടുപോകട്ടെ, നിന്റെ പിടി വിട്ടുപോകട്ടെ. നിനക്കിനിയും നിന്റെ ജീവിതത്തിന്റെ മേൽ പിടിയില്ലാതെ വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെള്ളം കുടിച്ച് ചാകാൻ തുടങ്ങുമ്പോഴാ നീ രക്ഷപ്പെടുന്നത്. ഈ നദിക്കകത്ത് നീ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനൊരവസ്ഥയുണ്ടോ? അങ്ങനൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സന്ധിയിലും ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ അനുഭവം പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. കാൽ ഉറയ്ക്കുന്നില്ല, കൈ ഉറയ്ക്കുന്നില്ല, പിടിക്കുവാൻ ഒരിടവുമില്ല, സപ്പോർട്ടില്ല, സഹായമില്ല, പിടിക്കുവാൻ ഒരിടവുമില്ല. നിനക്കിപ്പോൾ ശേഷിച്ചിരിക്കുന്നത് അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയും രാവും പകലുമുള്ള അന്യഭാഷയും കയ്യിലിരിക്കുന്ന വചനവുമാണ് നിന്റെ കയ്യിലുള്ളത്. സഭയുടെ സപ്പോർട്ടില്ല, അമേരിക്കയിലെ സപ്പോർട്ടില്ല, പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ടില്ല, ലേബലില്ല, ആമേൻ, ഓർഡിനേഷൻ ഇല്ല, ഡിഗ്രി ഇല്ല. നിനക്ക് നിന്റെ പേരിന്റെ ഇപ്പുറത്ത് ചേർക്കുവാൻ ബ്രദറെന്നോ പാസ്റ്ററെന്നോ ചേർക്കുവാനില്ല. പിടിയില്ലാത്ത നീ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു നദിയുണ്ട്. നിന്റെ ആ പെരിഫറൽ ലെവലിൽ നിന്ന്, നിന്റെ ഈ ഉപരിതലത്തിൽ നിന്ന് കർത്താവ് നിന്നെ ആഴങ്ങൾ കാണിക്കാൻ പോകുകയാണ്. ഉപരിതലങ്ങളിൽ നിനക്കിനി തുടരാൻ കഴിയത്തില്ല. നീ വിളിയുള്ളവനാണെങ്കിൽ, നീ ആത്മാ നദി ചെല്ലുന്ന ഇടങ്ങളിൽ ചെല്ലാൻ ആഗ്രഹമുള്ളവനാണെങ്കിൽ നീ ഈ ഉപരിതലത്തിൽ തുടരത്തില്ല. നരയാണിയോളം നടക്കാൻ തന്നെ, നരയാണിയോളം നനയാൻ തന്നെ 1700 ഫീറ്റ് നീ നടക്കേണ്ടതായിട്ട് വന്നു. 1750 ഫീറ്റ് നടക്കേണ്ടതായിട്ട് വന്നു. അവിടെ നടന്നു പലരും അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. നരയാണി നനഞ്ഞെന്നാണ് അവർ പറയുന്നത്. സഹോദര, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുക. നീ എന്താ പിന്നെ നരയാണി നനഞ്ഞ് നിർത്തിയത്? നരയാണി നനഞ്ഞ് നീ നിർത്തിയപ്പോഴും നിനക്കിപ്പോഴും പിടി നിന്റെ കാലെ കിടക്കുകയല്ലേ? നിന്റെ കയ്യേലെല്ലാം പിടി കിടക്കുകയല്ലേ? നിന്റെ കണ്ണെ പിടി കിടക്കുകയല്ലേ? പിടിവിട്, പിടിവിട്, പിടിവിട്. നരയാണിയോളം അവിടെ കൊണ്ട് നീ അവസാനിപ്പിക്കരുത്. വീണ്ടും നടക്കുക. 1750 അടി വീണ്ടും നടക്കുക. ഇപ്പോൾ നീ ഏകദേശം 3500 അടി നടന്നിരിക്കുകയാണ്. 3500 അടിയോളം നടന്നപ്പോഴാണ് നിന്റെ മുഴങ്കാലോളം, നിന്റെ നീസ് വരെ വെള്ളത്തിന്റെ അളവ് വരുന്നത്. 3000 അടി നടന്നപ്പോൾ നീ ഏതാണ്ട് കാൽമുട്ടുകൾ നനയുന്ന ഒരു അനുഭവത്തിൽ നീ ആയിരിക്കുകയാണ്. എന്നാൽ നീ ഇതുവരെയും ആഴമായിട്ടില്ല, ഇനിയും ആഴം വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു. ശരി തന്നെ. നിന്റെ മുട്ടയിൽ പരിശുദ്ധാത്മാവ് തൊട്ടു. ഒരു ഡെപ്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അഥവാ ഒരു ഡീപ്പർ സെർച്ച് നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഡീപ്പർ ആകുവാൻ വേണ്ടി നീ നടക്കുക മാത്രമല്ല, നീ ഈ ഡെപ്ത് അറിയുവാൻ വേണ്ടി നീ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കണം. 20 വർഷം മുന്നമേ എന്നോടൊരാൾ പറഞ്ഞു, അദ്ദേഹം 2.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്ന്. അന്ന് ഞാൻ 15 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ അറിയാത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു 2.5 മണിക്കൂർ പ്രാർത്ഥിക്കുക. എനിക്കതൊരു അവിശ്വസനീയമാകുന്ന പ്രസ്താവനയായിട്ട് തോന്നി. എന്നാൽ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ശരിയാകുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയും. അന്വേഷിച്ചു. ജാഗ്രതയോടുകൂടെ നീ അന്വേഷിക്കുകയാണെങ്കിൽ നീ കണ്ടെത്താൻ പോകുകയാ.
3000 അടി. 3000 അടി അളന്നു കഴിഞ്ഞപ്പോഴും അവസാനിച്ചിട്ടില്ല. വീണ്ടും ദൂതൻ അളക്കുകയാണ്. അടുത്ത 1750 അടി, 1000 മുഴം അളന്നപ്പോൾ അരയോളം എത്തുകയാണ്. എന്നിട്ടും പിടിപോയിട്ടില്ല. ഇപ്പോഴും നിന്റെ കാലിൽ നിലത്തുറച്ചിരിക്കുകയാണ്. നിന്റെ കൈക്ക് സ്വാധീനമുണ്ട്. പലയിടങ്ങളിൽ നിനക്ക് പിടിക്കുവാൻ കഴിയും. പല സഹായങ്ങളും നിനക്ക് തേടുവാൻ കഴിയും. അതിനാൽ നീ ഇതിനപ്പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അരയോളമുള്ള അനുഭവത്തിൽ നിന്നെ തുടരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. വീണ്ടും അളക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കർത്താവിന്റെ ഇടപെടൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. ഇനിയും ആഴമുണ്ട്, ഇനിയും ആഴമുണ്ട് എന്ന് കർത്താവ് നിന്നോട് ഇടപെടുകയാണെങ്കിൽ നിന്റെ വിളി അത്ര വലുതാണ്. നിന്റെ വിളി അത്ര വലുതായത് കൊണ്ടാണ്. വഴിയെ നടന്നു പോകുന്നവനോടല്ല കർത്താവ് പറയുന്നത് ഇനിയും ആഴമുണ്ട് എന്ന്. നിന്റെ വിളി അത്ര വലുതായത് കൊണ്ടാണ് നിന്നോട് കർത്താവ് വീണ്ടും വീണ്ടും ഇടപെടുന്നത്. ഇനിയും ആഴമുണ്ട്. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാഴം കൂടെ ഞാൻ വെളിപ്പെടുത്തി തരുവാൻ പോകുകയാണ്. അവനാണ് യാത്ര ചെയ്തിട്ടും അവന് അവസാനം കണ്ടെത്തുവാൻ കഴിയുന്നതിൽ അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നീ വന്നതിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. നിനക്കറിയാം ഇതിനപ്പുറം ഒരാഴമുണ്ട്, ഇതിനപ്പുറം ഒരു പകർച്ചയുണ്ട്. ആ അന്വേഷണത്തിലാകുന്നു നീയെങ്കിൽ നീ അത് പ്രാപിക്കാൻ പോകുകയാ. നീ അത് പ്രാപിച്ചിരിക്കും. നീ നരയാണിയോളമുള്ള അനുഭവത്തിലോ മുട്ടോളമുള്ള അനുഭവത്തിലോ അരയോളമുള്ള അനുഭവത്തിലോ നീ തുടരുകയില്ല. നിന്റെ പിടിവിടാൻ പോകുകയാ. നിന്റെ കാല് നിലത്തുറയ്ക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരാഴം കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഈ ഭാഗത്ത് ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഈ 4ാമത്തെ അവസ്ഥ, 7000 അടി പോയപ്പോഴാണ് 4ാമത്തെ അവസ്ഥയിൽ എത്തുന്നത്. ഈ 7000 അടി പോകുന്ന അവസ്ഥ, ആ 4ാമത്തെ ആ എക്സ്പീരിയൻസിൽ അവിടെ എത്തിച്ചേരുവാൻ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ഒന്നെന്ന് പറയുന്നത് നടപ്പ്. ആമേൻ. 1750 അടി എവിടെയാ നടന്നത്? നദിക്കകത്ത്. ഇടയ്ക്ക് ഇട്ടിട്ട് പോയില്ല. 3500 അടി എവിടെയാ നടന്നത്? നദിക്കകത്ത്. ഇടയ്ക്ക് ഇട്ടിട്ട് പോയില്ല. വീണ്ടും 5250 അടി എവിടെയാ നടന്നത്? നദിക്കകത്ത്. ആമേൻ. ഇതേപോലെയുള്ളൊരു കൂട്ടായ്മ നീ വെളിപ്പെടുത്തുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആഴം വെളിപ്പെടാൻ പോകുകയാണ്. നടക്ക്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്ക്, 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 നടക്ക്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്ക്, 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 നടക്ക്. ഒരു സുപ്രഭാതത്തിൽ നിനക്ക് മനസ്സിലാകും നിന്റെ പിടിവിട്ടുപോയി. ഒന്നാമത് ഈ നടപ്പാണ്. അതിൽ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നടപ്പാണ്. നടക്കുന്നവന്റെ ഉള്ളിലെ ഒരു സമീപനമാണ് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്, 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 തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്. പലരും തീർന്നെന്ന് കരുതി അവരെ ഏൽപ്പിച്ച പല ദൗത്യങ്ങളിലും എത്തപ്പെടാതെ സ്വസ്ഥത അനുഭവിച്ച് ഓരോ വീടിന്റെ മൂലക്കിരിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള വിളി അനുസരിച്ച് നിന്നെ വിളിച്ചിരിക്കുന്ന ഇടത്ത് തന്നെ നിന്നെ എത്തിക്കുവാൻ ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്. ഈ രാത്രിയിൽ ഇനിയുമുണ്ട്, നാളെ ഇനിയുമുണ്ട്. നീ അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴാണ് 7000 അടി എത്തിച്ചേരുമ്പോൾ ഒരത്ഭുതം സംഭവിക്കുന്നു. ആമേൻ. ആ അത്ഭുതം സംഭവിച്ച ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടോ? നിന്റെ കാലിന്റെ പിടിപോയി. നദിയുടെ ആഴം നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആരും കണ്ടിട്ടില്ലാത്ത ആഴം നിന്റെ മുൻപിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാ. നിന്റെ കാലിലെ പിടിവിട്ടു പോട്ടെ. നദിക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയുള്ള എല്ലാ നിന്നോടുള്ള ബെറ്റർ ഓഫറുകളെയും നീ തിരസ്കരിച്ചുകൊണ്ട് നദിക്കകത്ത് തന്നെ തുടരുകയാണ് എങ്കിൽ നദിയുടെ ആഴം നീ അറിയാൻ പോകുകയാണ്. നിന്റെ കാൽ ഉറയ്ക്കാൻ വയ്യാത്ത നിലയിൽ കാലിന്റെ പിടി നഷ്ടപ്പെടുന്ന, കൈയുടെ പിടി നഷ്ടപ്പെടുന്ന, നിന്നെ ആകമാനം ഇതിനകത്ത് മുക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഇടത്ത് തിരിഞ്ഞാലും വെള്ളം, വലത്തു തിരിഞ്ഞാലും വെള്ളം, മുന്നിലും വെള്ളം, പിന്നിലും വെള്ളം, മുങ്ങിയാലും വെള്ളം, ചാടിയാലും വെള്ളം. യെസ്, ഇടത്തും വലത്തും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. മുന്നിലും പിന്നിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ആഴത്തിലേക്ക് പോയാലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. Yala harama hadara o shahadarada bakatara la bahatala o shoko mono roto
ഈ നദിയുടെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ നദിയിലേക്ക് ശാഖകൾ വരുന്നില്ല. ഈ നദിക്കകത്ത് വെള്ളം നിറയാൻ വേണ്ടി വേറെ ഏതെങ്കിലും നദിയിലൂടെ വെള്ളം വന്നല്ല ഇതിനകത്ത് വെള്ളം നിറയുന്നത്. ഈ നദി തന്നെ വെള്ളത്തെ വർദ്ധിപ്പിക്കുന്ന നദിയാണ്. ഇവിടെ ഇരിക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ, നിനക്കിതിൻ്റെ ആഴം അറിയണമെന്നുണ്ടെങ്കിൽ ഫിന്നി സ്റ്റീഫന്റെ നദിയിൽ നിന്ന് ഒരു ശാഖ പൊട്ടിപ്പുറപ്പെട്ട് നിന്റെ നദിയിൽ വീഴേണ്ട കാര്യമില്ല. അങ്ങനെ വീഴത്തുമില്ല. അഭിഷേകം വരുന്നത് വേറെ ഏതെങ്കിലും കൈവഴിയല്ല, ശാഖ വഴിയല്ല. നീ നടക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ തന്നെ വെള്ളം വർദ്ധിക്കാൻ പോകുക. ഈ താക്കോൽ പിടിച്ചോ, നീ നടന്നോ, ഡീപ്പർ ആൻഡ് ഡീപ്പർ സെർച്ച് ചെയ്തോ. ആരും നിന്റെ തലയെ കൈവച്ചില്ലേലും വെള്ളം വർദ്ധിക്കും. ഈ തലമുറയിൽ അത് കാണാൻ പോകുകയാണ്. ഇന്ത്യയിൽ അത് കാണാൻ പോകുകയാണ്. കർത്താവിനെ സെർച്ച് ചെയ്യുന്ന, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു യൗവന തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ആഴം നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങളെ ആ ദൈവം ഈ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു തുടക്കമെന്ന് കരുതിക്കോ. ഈ നദികൾ, നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നദികൾ, ആർക്കും താഴെ എത്തുവാൻ കഴിയാത്ത ആഴമുള്ള നദികളാക്കി കർത്താവ് അതിനെ മാറ്റുവാൻ പോകുകയാണ്. ആർക്കും നീന്തി അക്കരെ കടക്കുവാൻ കഴിയാത്ത നിലയിൽ വീതിയുള്ള നദിയാക്കി അതിനെ മാറ്റാൻ പോകുകയാണ്. ഒരു പർവ്വതത്തിനും തടയുവാൻ കഴിയാത്ത നിലയിൽ ഒഴുകുന്ന, കുതിച്ചു പായുന്ന, അടിച്ചു തകർത്തു മുന്നേറുന്ന നദിയാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റാൻ പോകുകയാ. ഇപ്പോൾ അത് സ്വീകരിച്ചോ. ഞാൻ ഇതിൻ്റെ കാതലായ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നദിയിൽ ഇപ്പോൾ നിങ്ങൾ നീന്തുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നീന്തുന്ന അനുഭവത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? വെറുതെ കിടന്നു കൊടുത്താൽ മതി. ഒഴുകാൻ അനുവദിക്കുക. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ കരം കൊടുത്ത് പറ, ഒഴുകാൻ അനുവദിക്കുക. എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു മസിൽ പിടുത്തത്തിൻ്റെ കാര്യവുമില്ല. ഒഴുകാൻ നീ അനുവദിച്ചാൽ മാത്രം മതി. നിന്നെ നദി എടുത്തുകൊണ്ട് പോകും. നിന്നെ ഈ നദി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ നദി ചെന്ന് ചേരുന്ന 3 ഇടങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈ നദി ചെന്ന് ചേരുന്നത്, ഈ നദി ജീവജല നദി കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. അത് കിഴക്കോട്ട് ഒഴുകുമ്പോൾ, യെരുശലേമിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുമ്പോൾ കിദ്രോൻ തോട്ടിൻ്റെ ആ ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. കിദ്രോൻ തോട് കഴിഞ്ഞതിന് ശേഷം അതുവഴി താഴോട്ട് ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ജോർദാനിൽ ചെല്ലും. ജോർദാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഗൊഹാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഗൊഹാർ എന്ന സ്ഥലത്തു കൂടെ ഇത് ചെന്ന് ചേരുന്നത് ചാവുകടലിലാണ്, ഡെഡ് സീയിലാണ് ചെന്ന് ചേരുന്നത്. ചത്ത കടൽ. ചാവുകടൽ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് മനസ്സിലാകത്തില്ല. ഡെഡ് സീ എന്നാണ്. അതുകൊണ്ട് ചത്ത കടൽ. ആമേൻ. ചത്ത കടലിൽ ഈ നദി നിന്നെ എത്തിക്കാൻ പോകുകയാണ്. ആമേൻ. ചത്ത കടലിൽ തന്നെയാണ് നീ എത്തിച്ചേരേണ്ടത്. കാരണം നിന്നിൽ വ്യാപരിക്കുന്നത് ജീവജല നദിയാണ്. ജീവജല നദി ചത്ത കടലിൽ. ചാവുകടലിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഡെഡ് സീയുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ഡെഡ് സീയിലെ വെള്ളത്തിനകത്ത് മിനറൽ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഈ വെള്ളത്തിനകത്ത് മിനറൽ ഉണ്ട്. നമുക്കുള്ള കിട്ടുന്ന ലഭ്യമാകുന്ന മിനറൽ, അത് ആരോഗ്യത്തിന് ഉപകാരപ്രദമാകുന്ന മിനറൽസ് ആണ്. പക്ഷേ കൊല്ലുന്ന നിലവാരത്തിൽ അളവ് കൂടിയിരിക്കുകയാണ് അവിടുത്തെ മിനറൽസ്. ഈ പല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുവാനിട വരും. ഉള്ളതിനെ മുഴുവൻ കൊല്ലുന്ന ചത്ത കടൽ. ജീവൻ ഉള്ളതിനെ അതിനകത്ത് പ്രവേശിപ്പിച്ചാൽ തന്നെ, ജീവനുള്ളത് പ്രവേശിച്ചാൽ അതിനെ കയറി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കൊന്നുകളയുന്ന ചത്തകടൽ. ഈ ചത്തകടൽ നൂറ്റാണ്ടുകളായിട്ട് തൻ്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ വിരഹിക്കുകയാണ്. ആമീൻ. ഈ കടലിലേക്ക് ആർക്കെങ്കിലും ഈ കടലിന്റെ സ്വഭാവം മാറ്റുവാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? ആ വെല്ലുവിളിയുടെ മറുപടിയാണ് പുറപ്പെടുന്ന ജീവജല നദി. വെളിപ്പാട് പുസ്തകത്തിൽ കടൽ എന്നതിന് ജനം എന്നൊരർത്ഥം, ഒരു വ്യാഖ്യാനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് നമുക്കങ്ങ് സ്വീകരിക്കാം. ഈ രാജ്യത്തെ ചത്തകടൽ, ആത്മാവിൽ മരിച്ച് കിടക്കുന്ന ജനം, ആ ജനത്തിൻ്റെ ഇടയിലേക്കാണ് നീ ജീവനുമായിട്ട് ഒഴുകാൻ പോകുന്നത്. നിന്റെ ശുശ്രൂഷ ഒരു സാധാരണ ശുശ്രൂഷയല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷ. നിന്റെ മേലൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷ.
ജനത്തിൻ്റെ ഇടയിൽ മരണം വ്യാപരിക്കുകയാണ്. ബിസിനസ്സുകളിൽ മരണം വ്യാപരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ മരണം വ്യാപരിക്കുകയാണ്. ഇന്നത്തെ തലമുറകളിൽ മരണം വ്യാപരിക്കുകയാണ്. ഓരോ മേഖലയിലും രാഷ്ട്രീയത്തിൽ മരണം വ്യാപരിക്കുകയാണ്. ന്യായാധിപ പീഠത്തിൽ മരണം വ്യാപരിക്കുകയാണ്. സമൂഹം മുഴുവൻ മരണം വ്യാപരിക്കുകയാണ്. മരണം വ്യാപരിക്കുന്നതിൻ്റെ നടുവിലാണ് നീ ജീവജല നദിയുമായിട്ട് പുറത്തിറങ്ങുന്നത്. നീ ജീവവൃക്ഷം കാണാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും, കഴിഞ്ഞ തലമുറയിലുള്ള പലരും, ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴും ഇരിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോയിട്ട് ഇതെല്ലാം കാണാനിരിക്കുക. ഇന്നെങ്കിലും മനസ്സിലാക്കുക, നീ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്താണെങ്കിൽ ഒഴുകുന്നതെങ്കിൽ നീ സ്വർഗത്തിൽ പോയിട്ട് കാണാനിരിക്കണ്ട. അമാനുഷിക തലത്തിലേക്ക് ഈ തലമുറയെ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നവന്റെ ഉയരം വർദ്ധിച്ച് കയറിപ്പോയതുപോലെ നിന്റെ നടപ്പ് മാറാൻ പോകുകയാ. നിന്റെ കാഴ്ചപ്പാട് മാറാൻ പോകുകയാ. നിന്റെ ആരാധന മാറാൻ പോകുകയാ. എടാ, നീ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റ് പോലെ ഇറങ്ങാൻ പോകുകയാ. മറ്റവൻ ആരാധിക്കുമ്പോൾ നിന്റെ ആരാധന പോലും വ്യത്യസ്തമാകാൻ പോകുകയാ. അമാനുഷിക തലം തുറക്കപ്പെടട്ടെ, അമാനുഷിക തലം തുറക്കപ്പെടട്ടെ. എടാ, അമാനുഷിക തലത്തിൽ ജീവിക്കുന്നവന്റെ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കും സ്നാനം നടന്നാൽ തന്നെ സ്വർഗം തുറക്കാൻ പോവുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്നാനത്തിൽ സ്വർഗം തുറന്ന് വെളിപ്പെട്ടതുപോലെ നിന്റെ സ്നാനം പോലും മാറാൻ പോകുകയാണ്. അമാനുഷികമാകാൻ പോകുകയാണ്. നിന്റെ ആരാധന അമാനുഷികമാകാൻ പോകുകയാണ്. നിന്റെ സ്തോത്രം അമാനുഷികമാകാൻ പോകുകയാണ്. നിന്റെ സഭയ്ക്കകത്ത് ആണ്ടിലൊരിക്കലല്ല സ്നാനം. പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റുപോലെ ഇറങ്ങാൻ പോകുകയാണ്. ഇറങ്ങിയാൽ ഓരോ ഞായറാഴ്ചയും ദൈവപ്രവൃത്തി നടക്കുകയുന്നു. ദൈവപ്രവൃത്തി നടക്കുന്ന നിലവാരത്തിലേക്ക്, സ്നാനം നടക്കുന്ന നിലവാരത്തിലേക്ക് കർത്താവ് നിന്റെ സഭയെ മാറ്റാൻ പോകുകയാണ്. ഈ തലമുറയ്ക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ നീ സംസാരിക്കാൻ പോകുകയാണ്. ഞാൻ ചോദിക്കുന്നു, മാനുഷിക തലത്തിൽ ശുശ്രൂഷിക്കാനാണോ ആഗ്രഹം, അതോ അമാനുഷിക തലത്തിലേക്ക് പ്രവേശിക്കണം? ഇനി അമാനുഷിക തലത്തിലേക്ക് പ്രവേശിക്കുന്ന എന്ത് മാത്രം മതി? തിരിച്ചറിവ് മാത്രം മതി. നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിനക്ക് ആരുമായിട്ടാണ് ബന്ധം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. നീ അത് തിരിച്ചറിയുകയാണെങ്കിൽ ഇന്നു മുതൽ നിന്റെ ശുശ്രൂഷ മാറാൻ പോകുകയാണ്. നമ്മൾ വിചാരിച്ചു കുറച്ച് ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിച്ചാൽ കാര്യം നടക്കുമെന്ന്. ഇവിടെ നിനക്ക് ഹീബ്രുവും ഗ്രീക്കും ഒന്നും അറിയണ്ട. നിനക്ക് എഴുത്തും വായനയും അറിയണ്ട. നീ വിക്കനായിക്കോട്ടെ. പക്ഷെ നിന്റെ മുൻപിൽ അമാനുഷിക തലങ്ങൾ വെളിപ്പെടുകയാണെങ്കിൽ ഇതിനകത്തുള്ളവരെ കർത്താവ് അതിനു വേണ്ടി കണ്ടിരിക്കുക. നിങ്ങൾ അതിനു വേണ്ടിയുള്ളവരാ. ചരിത്രത്തിൽ ഇതുവരെയും ഒരിക്കലും സ്വർഗത്തിലെ കർത്താവിന്റെ കുതിര ഈ ഭൂമിയിൽ നിന്ന് ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി വിട്ടയച്ചിട്ടില്ല. എന്നാൽ ഏലിയാവിനെ സ്വർഗം സ്വീകരിക്കാൻ വേണ്ടി കർത്താവിന്റെ അഗ്നി കുതിരയെയും അഗ്നി രഥത്തെയും അയച്ചു എങ്കിൽ, പലരും പറയുന്ന കർത്താവിന്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ ഒക്കുകയില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഹാനോക്കിന് ദൈവത്തിന്റെ കൂടെ നടക്കാമെന്നുണ്ടെങ്കിൽ, ആ മാനുഷിക തലത്തിൽ നടക്കാമെങ്കിൽ, ഏലിയാവ് ഇന്നും സ്വർഗത്തിൽ പരമസുഖമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നും മരിച്ചിട്ടില്ല, ശരീരത്തിൽ മരിച്ചിട്ടില്ല. ആമേൻ. അദ്ദേഹത്തിന് സ്വർഗം വരെ പോകുവാൻ കഴിയുമെങ്കിൽ കർത്താവിന്റെ വരവ് വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇതിന്റെ നടുവിൽ പലരും സ്വർഗീയ വിസിറ്റേഷനോടുകൂടെ പോയും വന്നും നിന്ന് ശുശ്രൂഷിക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ പ്രവചിച്ചോ. നദിക്കകത്തൊഴുകി നദി ചെല്ലുന്ന ഇടങ്ങളിലേക്ക് നീ എല്ലാം ചെന്നെത്താൻ പോകുകയാ. നദിക്കൊഴുകുവാനുണ്ട്. നദിക്കാലയം കൊണ്ട് നദിക്കൊതുങ്ങുവാൻ കഴിയത്തില്ല. ആലയത്തിലെ പാട്ടുകൊണ്ട് നദിക്കൊതുങ്ങുവാൻ കഴിയത്തില്ല. നദി ഒഴുകാൻ പോകുകയാണ്. നദി തമിഴ്നാട്ടിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. നദി ഡൽഹിയിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. നദി വെസ്റ്റ് ബംഗാളിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. നദി ചൈനയിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. നദി മംഗോളിയയിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. നദി അതുവഴി റഷ്യയിലേക്ക് ഒഴുകുവാൻ പോകുകയാണ്. സൈബീരിയയിലേക്ക് നദി ഒഴുകാൻ പോകുകയാണ്. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, വിളിയുള്ളവരുണ്ടെങ്കിൽ പ്രവചിച്ചോ. നദി ഒഴുകാൻ പോകുകയാ. അസർബൈജാനിലേക്ക് നദി ഒഴുകാൻ പോകുകയാണ്. ടർക്ക്മെനിസ്ഥാനിലേക്ക് നദി ഒഴുകാൻ പോകുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് നദി ഒഴുകാൻ പോകുകയാ.
അർമേനിയയിലേക്ക് നദി ഒഴുകുവാൻ പോകുകയാണ്. ജോർജിയയിലേക്ക് നദി ഒഴുകുവാൻ പോകുകയാണ്. ഒഴുകട്ടെ, നദി ഒഴുകട്ടെ. മണൽ ആരണ്യങ്ങളിലേക്ക് നദി ഒഴുകുവാൻ പോകുകയാണ്. അറബി നാടുകളിലേക്ക് നദി ഒഴുകുവാൻ പോകുകയാണ്. ഫാർ ഈസ്റ്റ് ഐലൻഡുകളിലേക്ക് നദി ഒഴുകാൻ പോകുകയാണ്. ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും നദി ഒഴുകാൻ പോകുകയാണ്. ആഫ്രിക്കയിലേക്ക് നദി ഒഴുകുവാൻ പോകുകയാണ്. നൈജീരിയയിലും കെനിയയിലും നദി ഒഴുകുവാൻ പോകുകയാണ്. എത്യോപ്യയിലും ഈജിപ്തിലും നദി ഒഴുകുവാൻ പോകുകയാണ്. മൊറോക്കയിലും ബഹ്റിനിലും നദി ഒഴുകാൻ പോകുകയാണ്. ഒഴുകട്ടെ. സ്വാസിലാൻഡിലും വെസ്റ്റേൺ സഹാറയിലും നദി ഒഴുകാൻ പോകുകയാണ്. ഒഴുകട്ടെ. ബ്രസീലിലും അർജന്റീനയിലും നദി ഒഴുകാൻ പോകുകയാണ്. ജമാക്കയിലും ബാസ്മയിലും നദി ഒഴുകാൻ പോകുകയാണ്. മെക്സിക്കോയിലും ഹോണ്ടുറസിലും നദി ഒഴുകാൻ പോകുകയാണ്. ഒഴുകമടാ, ഒഴുകിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഒഴുകിയിരിക്കും. ലോക ഉണർവുകൾക്ക് ദൈവം ഇന്ത്യയെ ഉപയോഗിക്കും. വേണേ എഴുതി വെച്ചോ. ഹോണ്ടറോസിലെ ചില വില്ലേജുകളിലെ വിടുതൽ നടക്കണമെങ്കിൽ നീ കാൽ ചവിട്ടിയാലേ ഒക്കെയുള്ളൂ. നിന്റെ കാൽ ഹോണ്ടറസിലും വിയന്നയിലും വെനുൻസിലയിലും മെക്സിക്കോയിലും ചവിട്ടുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. രാജസ്ഥാനിലെ മണലാരണ്യത്തിലും മഹാരാഷ്ട്രയിലെ കൊച്ചു കൂരകളിലും നീ കാൽ ചവിട്ടാൻ പോകുക. അങ്ങനെ ഒഴുകി 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 ഒരു സുപ്രഭാതത്തിൽ ഈ നദി ഇന്ത്യൻ പാർലമെന്റിനകത്തൊഴുകും. ഞാൻ നോട്ടമിട്ടിരിക്കുന്നു, അവിടെ പിടിച്ചിരിക്കും. നദി ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും ചെല്ലുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തിൽ നീ ഒഴുകി എത്തിച്ചേരാൻ പോകുകയാണ്. ഈ തലമുറയിൽ ദൈവശബ്ദം പുറപ്പെടുവിക്കുന്നവനാക്കി കർത്താവ് നിന്നെ മാറ്റാൻ പോകുകയാണ്. അവിടെയും നീ നിൽക്കത്തില്ല. ദൈവത്തിന്റെ വീഥിയുടെ നടുവിൽ ദൈവസിംഹാസനത്തിന്റെ അരികിൽ നീ എത്തിച്ചേരാൻ പോകുകയാണ്. അമാനുഷിക തലം നിന്റെ മുൻപിൽ തുറക്കപ്പെടുവാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അതിന് വിളിയുള്ള ഈ തലമുറയുടെ മേൽ കർത്താവേ ഇപ്പോൾ ഒരു സ്പർശനത്തെ അയക്കണമേ.